ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോളെ ട്യൂഷന് കൊണ്ടുവിടാൻ പോവാട്ടോ. മോളെ കൂടെയുള്ള ഫ്രണ്ട് ഇന്ന് 2-3 ദിവസത്തേക്ക് അവർ എവിടെയോ ട്രിപ്പ് പോയത് കാരണം ആ കുട്ടി ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊണ്ടാക്കേണ്ടി വന്നു. ഏട്ടനാണെ ഓഫീസിലും പോയി. അപ്പം ഞാനിന്ന് അവളെ കൊണ്ടാക്കാൻ പോവാട്ടോ. ട്യൂഷന് കൊണ്ടുപോകണം മോളെ. നല്ല തണുപ്പ്, അടിപൊളി തണുപ്പ്. നമ്മളുടെ ഫ്രണ്ട് ഇല്ലാത്തതുകൊണ്ട് കൊണ്ടാക്കുക. ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ കൊണ്ടാക്കും, സ്വന്തമായിട്ട് കൊണ്ടാക്കും. ട്യൂഷന് വിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നല്ല സൈക്കിൾ റിക്ഷയിലാവുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റിക്ഷ വന്നപ്പോൾ റിക്ഷയ്ക്ക് പോവുകയാണേ, സൈക്കിൾ റിക്ഷ. അപ്പോൾ ഞങ്ങൾ റിക്ഷയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവൾ പറയായിരുന്നു, അമ്മ കൊണ്ടാക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഞാനങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ വിടാറില്ല. അപ്പോൾ ഇതാ തിരിച്ച് ഞാൻ വീട്ടിൽ വന്നപ്പം പരിപ്പ് വടയ്ക്ക് വേണ്ടതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ട് കേട്ടോ ഞാൻ പോയിണ്ടായിരുന്നു. അപ്പോൾ ഇനി ട്യൂഷൻ കഴിഞ്ഞ് തിരിച്ച് വിളിക്കാനും പോകണം. അപ്പോൾ വരുമ്പോഴേക്ക് ഞാൻ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരിപ്പ് വടയൊക്കെ കുഴച്ച് വെച്ചൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ ഇവിടെ വീട്ടിൽ വന്നിട്ട് വേഗം പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കിട്ടോ. അപ്പോൾ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഇവരൊക്കെ വരും ചെയ്യും. അപ്പോൾ പിന്നെ വൈകുന്നേരത്തെ ചായക്ക് കൊടുക്കുകയും ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ വേഗം പരിപ്പ് വടയൊക്കെ വന്നപ്പോൾ ഉണ്ടാക്കിയിട്ടോ. അപ്പം ഞാൻ ചെറുതാക്കിയിട്ടാട്ടോ ഉണ്ടാക്കിയത്, വലുതാക്കിയിട്ടല്ല ഉണ്ടാക്കിയത്, ചെറിയ ഇതിലാട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് പരിപ്പേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ ഒരു 5-8 കിട്ടാനുള്ളതേ ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതങ്ങനെ ഉണ്ടാക്കി അവർ വരുമ്പോഴത്തേക്ക് റെഡിയാക്കി വെക്കുകയും ചെയ്തു കേട്ടോ. അപ്പോഴേക്ക് ഇവിടെ മോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരത്തിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. എരിവുള്ള പലഹാരങ്ങളൊക്കെയാണ് കൂടുതലും താല്പര്യമുള്ളത്. പിന്നെ ഇവിടെയുള്ള സമൂസ കാര്യങ്ങളൊന്നും അങ്ങനെ അതിനോട് വലിയ താല്പര്യം അവൾക്ക് കഴിക്കാനോ വലിയ ഇഷ്ടമില്ല കേട്ടോ. നമ്മളുടെ കുറച്ച് എരിവുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അതിനോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തണുപ്പായതുകൊണ്ട് നല്ല പരിപ്പ് വടിയും നല്ല ചൂട് ചായയും അടിപൊളിയല്ലേ തണുപ്പത്ത്. അപ്പം അത് ഞാൻ ഉണ്ടാക്കി ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് അവർ വരുമ്പോഴത്തേക്ക് കുടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോള് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവൾ വരുന്നതിനെ അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് അവൾ സ്റ്റേഷനിലേക്ക് എത്താമെന്നും പറഞ്ഞു. അപ്പോൾ അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോവാം കേട്ടോ. അപ്പം മോളെന്നെ ഭയങ്കരമായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അമ്മ വീഡിയോ എടുത്ത് അങ്ങനെ ഇടുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അപ്പം പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മണി 5:15 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേ തന്നെ നോക്കി ഭയങ്കര ഇരുട്ടാണ്. കുട്ടികളൊക്കെ സെക്കൻഡ് ഷിഫ്റ്റിലുള്ള സ്കൂളൊക്കെ ഉള്ളവരുണ്ടല്ലോ. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് പിള്ളേർ പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്ക് തന്നെ നല്ല ഇരുട്ടായി. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, എന്തൊരു ഇരുട്ടാണ്, ഈ ഇരുട്ടത്ത് പിള്ളേർ വീട്ടിലെത്തണ്ടേന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ട് വന്ന ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്